ഹേ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിപ്പോൾ എവിടെയാണെന്നറിയോ? ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എത്തിയിട്ടില്ല പിക്കറ്റ് സ്റ്റേഷൻ. സോ വൈ ഐ ആം ഹിയർ? യാ, ഇറ്റ് ഈസ് അഗസ്ത്യാർകൂടം ട്രക്കിംഗ്. യെസ്. സോ ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റ്, യെസ്, എനിക്കുണ്ടൊരു ബക്കറ്റ് ലിസ്റ്റ്. ഞാനപ്പോൾ എൻ്റെ ഐ എം സ്റ്റാർട്ടിങ് വിത്ത് ദ മൈറ്റി അഗസ്ത്യാർകൂടം ട്രക്കിംഗ്. സോ ഞാനിവിടെ 5 മണിക്ക്, രാവിലെ വെളുപ്പിന് 5 മണിക്ക് തമ്പാനൂർ സ്റ്റാൻഡിൽ നിന്ന് KSRTC, ദെൻ ഇവിടെ ബോണക്കാട് ഒരു 7:40 ആയപ്പോൾ എത്തി. ഇപ്പോൾ അവിടെ നിന്നൊരു 2-2.5 കിലോമീറ്ററോളം നടക്കാറുണ്ട് ഈ പിക്കറ്റ് സ്റ്റേഷനിലോട്ട്. സോ അത് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒറിജിനൽ വേണം. ഇപ്പൊ വേണ്ട, പേര് വിളിക്കുമ്പോൾ എവിടെ ഫോൺ നമ്പർ? ഇവിടെ 40 കിലോമീറ്റർ ആണ് നമ്മുടെ ട്രക്കിംഗ് എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും അല്പം ബുദ്ധിമുട്ടുള്ളതായ ട്രക്കിംഗ് ആണ്. 40 കിലോമീറ്റർ 3 ദിവസം കൊണ്ട് കവർ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് വേണമെങ്കിലും കവർ ചെയ്യാം. പക്ഷെ നാളെ വരുന്നവര് 1 മണി കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങാൻ നിൽക്കരുത്. വന്നു കഴിഞ്ഞാൽ രാത്രിയാവും. ഇന്നലെ തന്നെ രാത്രി 9 മണിക്കാണ് ആളെത്തി. വഴിയിൽ ആനയുണ്ടായിരുന്നു. രാത്രി നിങ്ങൾ വരുന്ന റിസ്ക്കാണ്. സോ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളൊരു 11 പേരുടെ ടീമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വിടുന്നത്. നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാകും. ആൻഡ് യാ, ഐ സ്റ്റാർട്ടഡ് അഗസ്ത്യാർകൂടം ട്രക്കിംഗ്. ഷൂതനെയോ? ഫസ്റ്റ് കാട്ടരുവി അങ്ങനെ കണ്ടിരിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ആക്ച്വലി ഞാൻ നേർത്ത് കുളിച്ചു. നിസാരം. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം വന്നത് കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മരങ്ങൾ കുറഞ്ഞു, വെയിലടിക്കുന്നുണ്ട്. കൺമുനകളിൽ അഴകെഴുതി സല്ലാപമായി സംഗീതമായി. അപ്പോൾ ഗൈഡ് ചേട്ടൻ പറഞ്ഞത് 4 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളതാണ്. Yeah, okay. It's not about the kilometers, it's about the journey. ഇവിടെ നല്ല കാറ്റുണ്ട്. ഈ കാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ നല്ല കാറ്റുണ്ട്, ഒരു തണുപ്പുണ്ട്, വെയിൽ കുറവാണ്. പക്ഷേ നടക്കണ വഴി മാത്രം വലിയ സുഖമില്ല. ഐ മീൻ ഭയങ്കര കഠിനമുള്ള വഴികളാണ്.
പക്ഷേ സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഞെരുങ്ങിയതും ഓഫ് റോഡുമാണല്ലോ. സോ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ആറ് എത്തിയേക്കാണ്, കരമനയാറ്. ഓക്കെ, സൗണ്ട് കേൾക്കുന്നുണ്ടാവും, ഇവിടെ ഉണ്ട്. എൻ്റെ അടുത്തോട്ട് എത്തുമ്പോൾ കാണിച്ചു തരാം. ഗൈസ്, ഞാനിപ്പോൾ ഒറ്റയ്ക്ക് നടക്കുക. നോക്കൂ, എൻ്റെ ഫ്രണ്ടിലാളില്ല, എൻ്റെ ബാക്കിലാരുമില്ല. ഞാനും കാടും കാറ്റും മരങ്ങളും. ആക്ച്വലി ഇത് നല്ല രസമുണ്ട് കേട്ടോ. അതായത് എന്താ, ഈ IT ജോബ്, അല്ലെങ്കിൽ IT ജോബൊന്നും വേണ്ട, നമ്മൾ ഈ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരമായിട്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇരുന്ന് ഈ സഫോക്കേറ്റഡായിട്ട് ആകെ മടുത്ത് ഇരിക്കുമ്പോൾ ഇതേപോലെ, അതും പ്രകൃതിയോട് ഇത്രയും ഇണങ്ങിയിട്ടൊരു ജേണി, ഇറ്റ്സ് നെസസറി. ഐ ആം എൻജോയിങ് ഇറ്റ്. നല്ല രസമുണ്ട്. ബാഗിൻ്റെ വെയിറ്റ് എന്നെ ബാധിക്കുന്നുണ്ട്. മഞ്ഞപ്പട. കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ലാത്ത സ്ഥലമുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ അടുത്ത ചെക്ക് പോയിന്റിൽ എത്തിയേക്കാണ്. 4ാമത്തെ ചെക്ക് പോയിൻ്റാണിത്. കരമനയാറ് കഴിഞ്ഞിട്ടുള്ളതല്ലേ ഇത്? വാഴപ്പൈത്തിയാർ എന്തോ വാഴപ്പൈന്തിയാർ. മോളിൽ പോയി കാണിച്ചു നോക്കാം. ഇതാണ് അടുത്ത ചെക്ക് പോയിന്റ്. ഇവിടെ ഒരു അടിപൊളി വാട്ടർഫാൾ ഉണ്ട്. ഇതുവരെയുള്ള യാത്ര എങ്ങനെയുണ്ട്? വളരെ അടിപൊളി. സൂപ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ നടന്ന് അട്ടയാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയേക്കാണ്. ഇവിടെയാണ് ലഞ്ച് ബ്രേക്കിന് നിർത്തുന്നത് സാധാരണ. സോ ഇപ്പോൾ നമ്മളും ലഞ്ച് കഴിക്കാൻ പോകുന്നു. എന്താ, നല്ല വാട്ടർഫോൾ അതിൻ്റെ സൈഡിലിരുന്ന് ഒരു ഊണ് കഴിയും. സോ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ട്രക്കിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു അല്ലേ പ്രസന്ന? യെസ്, ഹോസർ ലഞ്ച്. അതെ, നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ സൈഡിലിരുന്ന്, അതും ഇവിടെ നിന്ന് വാങ്ങിച്ച ലഞ്ച്. ഇവിടെ പിക്കറ്റ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഫുഡ് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറ്റും. കാരണം ഈ ടൈമിൽ നമ്മൾ ട്രക്ക് ചെയ്ത് വരുമ്പോൾ ഈ ലഞ്ച് ടൈമിൽ നമ്മൾ ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ടാവില്ല. സോ നമ്മൾ അവിടെ നിന്ന് ലഞ്ച് വാങ്ങിച്ചിട്ട് വന്നാൽ ഇവിടെ അട്ടയാറല്ലേ, അട്ടയാറെന്നല്ലേ? അട്ടയാർ. ഇവിടെ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഇരുന്ന് കഴിക്കാം. അപ്പോൾ വെള്ളവും ഇവിടെ നിന്ന് നല്ല അടിപൊളി എന്താ നാച്ചുറൽ വാട്ടർ കിട്ടും വിത്ത് ലോട്ട്സ് ഓഫ് മിനറൽസ് ബ്ലാ ബ്ലാ ബ്ലാ. സോ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇതേ കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി നല്ല വെയിലുള്ളൊരു സ്ഥലമുണ്ടെന്നാണ് കേട്ടോ, പുൽമേട്. ദെൻ അത് കഴിഞ്ഞ് മുട്ടിടിയൻ പാറയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, അത് കഴിഞ്ഞാലാണ് നമ്മുടെ ബേസ് ക്യാമ്പ് എത്തുക. സോ ഇനി ഇപ്പോൾ ഒന്നാമത് ഫുഡും കഴിച്ചിട്ടുണ്ട്. സോ ഇനി കാഠിന്യമേറിയ യാത്രകളാണ് എന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. നിസാരം.
Yes, so this is the fifth checkpoint, Attayar. ഇപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഓരോ ചെക്ക് പോയിൻ്റ് ഞാനിവിടെ യെസ് നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോ ചെക്ക് പോയിൻ്റ് നമുക്ക് കാണാം. ഇനി 2 മെയിൻ സ്ഥലങ്ങളും കൂടി ഉള്ളത് എന്നെ കാണുന്നുണ്ടോ? യെസ്, ഓക്കെ. ഒന്ന് പുൽമേട്, പിന്നെ മുട്ടിടിയാൻ പറയാം, മുട്ടിടിച്ചാൻ പറയാം, അങ്ങനെ എന്തോ അത് കയറുമ്പോൾ അതൊരു കുന്നാണ്. അത് കയറുമ്പോൾ മുട്ടിടിക്കുന്ന പറയണം. അത്രയ്ക്ക് ടയേർഡാകുന്നതായിരിക്കും. ലെറ്റ്സ് സീ. യെസ്, നമ്മൾ പുൽമേട്ടിൽ വന്നിരിക്കുന്നു. പുല്ല്, ഓ ഇവിടെ വെയില, അവിടെ സൂര്യൻ കത്തി ജ്വലിച്ച് കരിക്കാൻ വേണ്ടി നിൽക്കുന്നു. എന്നാലും കുഴപ്പമില്ല, നിസാരം. What a landscape. Double okay. അയ്യ, ഇതൊന്നല്ല, ഇനിയുണ്ട് പുല്ല്. ഇത് പുൽമേടിൻ്റെ സാമ്പിളാണ് തോന്നുന്നു. നീയുള്ള കുറച്ചടക്ക് മൊത്തം വെയിലായിരിക്കും. യെസ്, ഇങ്ങനെ പ്രസന്നം പറയുന്നത് ഇനി വെയിലായിരിക്കും എന്നാണ് അല്ലേ? കുഴപ്പമില്ല. ഈ കയറ്റം ഇപ്പോൾ കുറച്ച് കഠിനമായിട്ട് തോന്നുന്നു. നല്ല വെയിലുണ്ട്. സമയം 1:53 സൂര്യൻ നല്ല കത്തി ജ്വലിച്ചിരിക്കുകയാണ്. മൈസൂർ പോയപ്പോൾ വാങ്ങിച്ചതാ, ഞാൻ എടുത്തിട്ടില്ല. ഇല്ല, കഴിഞ്ഞ ഡിസംബറിൽ വാങ്ങിയതാ. നല്ല സ്മൈൽ. സീനാണോ? അത് നോക്കണ്ട, തൂക്കണ്ട. നിങ്ങൾക്ക് എവിടെ വേണം? അവിടെ ഇങ്ങനത്തെ ക്യാമ്പ്സ് ഒന്നും അല്ലടാ. നിങ്ങളിപ്പോൾ ഈ നൈറ്റ് ഈ ടീ ഹൗസസ് എന്ന് പറയും. ഓക്കെ, അവിടെയാണ് സ്റ്റേ. ഓക്കെ. കാരണം ഒരു എല്ലാവർക്കും ഒരു ചെറിയൊരു ബാത്റൂമിനൊക്കെ വലിയൊരു കുടിച്ചുമുറി. ഓ, അതിനകത്ത് 2 കാർഡ്ബോർഡല്ലോ, മറ്റേ തടിയില്ലാത്ത സാധനമില്ലടാ, അതുപോലെ അടിച്ച ബെഡ് പോലത്തെ സാധനം. ഓ, അതിൻ്റെ മേലൊരു ബെഡും ഇട്ടുണ്ടാവും, ഒരു ബ്ലാങ്കറ്റും തരും. ഓക്കെ. അത് ബേസ് ക്യാമ്പ് ട്രക്ക്. അപ്പോൾ ഈ ബേസ് ക്യാമ്പിൽ നിന്ന് പിന്നെ ആക്ച്വൽ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് മൗണ്ട് എവറസ്റ്റ് കയറുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അതിന് ഒരുപാട് ട്രെയിനിങ് വേണം. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം. പിന്നെ മറ്റേ വേറെ കുറേ അടിപൊളി ട്രക്കുകൾ ചെയ്ത് ഇതും വേണ്ടേ? അത് എക്സ്പീരിയൻസ്, മറ്റേ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ അത് ചെയ്യുന്ന ആൾക്കാരില്ലേ, പിന്നെ അതിനെ കൊണ്ട് ഭാവിയിൽ ഉപജീവനമാക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് മേജർ. ഓക്കെ. പക്ഷേ എന്താ കോസ്റ്റ് ഉണ്ട്, 50 ലക്ഷം രൂപ വരും. ഓ, ഇൻവെസ്റ്റ്മെന്റ് ഉള്ള പരിപാടിയാണല്ലേ. പിന്നെ നമ്മൾ 60-65 ദിവസം. പക്ഷെ ഒരു മറ്റേ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വരുന്ന ആള് ഒരിക്കലും ബേസ് ക്യാമ്പ് ട്രക്ക് ചെയ്യില്ല. അവർ നേരെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുള്ളൂ. ഓ, എന്നിട്ട് ബാക്കി അവർ ചെയ്യുള്ളൂ. ഓക്കെ. ബേസ് ക്യാമ്പിൽ ഒന്ന് ഇറങ്ങും. ഓക്കെ. സോ നമ്മളിപ്പോൾ വീണ്ടും പുൽമേട് കഴിഞ്ഞ് അടുത്ത കുത്തനെയുള്ള മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ അരുവികളുണ്ട്. സോ നമുക്ക് വെള്ളം അതിൽ നിന്ന് റീഫിൽ ചെയ്യാം. യെസ്. സോ ആക്ച്വലി നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടെ നിന്ന് അതിലേക്കൂടി എന്തോ കയറി ഇതിലേക്കൂടി കയറി ഇങ്ങനെ വന്ന് ഈ വലിയ കുന്ന് കയറണം. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ലായിരുന്നു അഗസ്ത്യാർകൂടം ഞാൻ എന്തെങ്കിലും കയറുമെന്നുള്ളത്. പക്ഷേ
ഈ ഇയർ ആക്ച്വലി ഐ ഹാവ് സം അതർ പ്ലാൻസ്. അപ്പോഴാണ് ഈ അഗസ്ത്യാർകൂടത്തിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് ഡേറ്റിൻ്റെ ന്യൂസൊക്കെ കേട്ടത്. സോ ഐ തോട്ട് എന്നാൽ പിന്നെ ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മുടെ കേരളത്തിലൊരു ട്രക്കിംഗ് ഉണ്ടായിട്ട് നമ്മളത് കയറാണ്ട് വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് ഓരോന്നും ചെയ്തിട്ടുണ്ട് കാര്യം. അപ്പോൾ അഗസ്ത്യാർകൂടത്തിൽ നിന്ന് തന്നെ ഈ കൊല്ലം തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓൾമോസ്റ്റ് ബേസ് ക്യാമ്പ് എത്താറേ. ഇനിയൊരു കൊടൂരമായിട്ടുള്ളൊരു കയറ്റമുണ്ട്. ആ കയറ്റം കയറി കഴിഞ്ഞാൽ ബേസ് ക്യാമ്പാണ്. പക്ഷെ അത് കയറാൻ ഒരു 45 മിനിറ്റ്സ് എടുക്കുമെന്നാണ് കേട്ടത്. എന്തായാലും കയറി നോക്കാം. പക്ഷേ വെയിലില്ല. സോ യെസ്, ഫൈനലി ബേസ് ക്യാമ്പ് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദ മെയിൻ തിങ് ഈസ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കയറിയത് അവിടെ ചെന്നിട്ട് ബെഡ് പിടിക്കണം. കാരണം എല്ലാവർക്കും കിടക്കാനുള്ള ബെഡ് ഉണ്ടാവില്ല. സോ നമ്മൾ ആദ്യം എത്തുന്നവർക്ക് ബെഡ് കിട്ടും, അല്ലാത്തവർക്ക് ബെഡ് കിട്ടില്ല. എന്താടാ അങ്ങനെയാണെങ്കിൽ എത്രയും കഷ്ടപ്പെട്ട് വെറുതെ അല്ലേ. നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയോ എന്ന്, ബെഡ് കിട്ടുമോ ഇല്ലയോ. You did it. നമ്മളങ്ങനെ ബേസ് ക്യാമ്പ് എത്തിയിരിക്കുന്നു, റീച്ച് ചെയ്തിരിക്കുന്നു. യെസ്, പ്രസന്നതൊക്കെ വരട്ടെ മുഖത്ത്. എത്തിയടാ. ഇതാണ് ഇന്നത്തെ വീഡിയോ. ലൈക്ക് ബേസ് ക്യാമ്പ് ട്രക്ക് കഴിഞ്ഞു. നമ്മളിപ്പോൾ എല്ലാവരും ബേസ് ക്യാമ്പിലാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. എന്താ, റെസ്റ്റ് എടുക്കുക, ഫുഡ് കഴിക്കുക. രാത്രി നല്ല തണുപ്പായിരിക്കും തോന്നുന്നു. ആൻഡ് നാളെയാണ് മെയിൻ ട്രക്കിംഗ്, അതായത് അഗസ്ത്യാർകൂടം പീക്ക് അവിടെ. സോ അത് മറ്റൊരു വീഡിയോയിൽ കാണാം.